ടെലിവിഷൻ. അപ്പോൾ 1992 ഈ എൻ്റെ പൊന്നുതമ്പുരാൻ എന്നുള്ള ചലച്ചിത്രം ഇറങ്ങുന്നത്. പിന്നീട് ഒരു നീണ്ട ഒരു ഇടവേള തന്നെയായിരുന്നു ശരത്തേട്ടന്. നമ്മളൊക്കെ വിചാരിച്ചു ഇത്രയും നല്ലൊരു ഗാനം എഴുതിയ ശരത്തേട്ടനെ പിന്നെ സീനിൽ കാണാനേ ഇല്ലല്ലോ. ഇത് എവിടെ പോയി? ചില പ്രധാനമായിട്ട് ജോലി തന്നെയാണ് കാര്യം. ജോലിയും ഇതും തമ്മിൽ പൊരുത്തപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല. കാര്യം ജോലിക്ക് കൃത്യമായൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ ജോലി സ്ഥലത്തുണ്ടായിരിക്കും. പാട്ട് എഴുതിന് അങ്ങനെ ഒരു സമയമുണ്ട്. അതെപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പേരിൽ ജോലി 2 തവണ നഷ്ടപ്പെട്ടത്. പാട്ട് എഴുതാൻ പോയതിൻ്റെ പേരിൽ. അത് പിന്നീടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സമയത്ത് ഇത് നമുക്ക് എഴുതിയിട്ട് ട്യൂൺ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരുന്നുണ്ട്. എനിക്ക് കമ്പനി ജോലി സ്ഥലത്ത് നിന്ന് എഴുതാനുള്ള അതുകൊണ്ട് എനിക്ക് ആ ജോലി കിട്ടി. പിന്നീട് അതിനുശേഷം കുറേ കൊല്ലം കഴിഞ്ഞാണ് ഹാർബർ എന്നുള്ള പടം ഇറങ്ങി, അനിൽ ബാബുവിൻ്റെ. അതിനുശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് അച്ചാമ്മക്കുട്ടി ടച്ചായി രാജൻ ബീദേവ് സംവിധാനം ചെയ്തു. പാട്ടുകൾ എഴുതുകയായിരുന്നു ഈ സിനിമകളിലൊക്കെ. അതോ ഇതെല്ലാം ചില ഹാർബറിൻ്റെ സംഗീത സംവിധാനം തമിഴിലായിരുന്നു. ആദിത്യൻ എന്ന് പറഞ്ഞൊരു മ്യൂസിക് ഡയറക്ടറായിരുന്നു. അത് പോയി. പക്ഷെ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ അതിനൊക്കെ വേണ്ടി നമ്മൾ ജോലി സ്ഥലത്തു നിന്നും ലീവ് എടുത്ത് മാറി നിന്ന് ഒരു സമയം കഴിഞ്ഞാൽ അതെ അങ്ങനെ വിടത്തില്ല. ഒരു 3-4 ദിവസമൊക്കെ മാറി നിൽക്കാന്നല്ലാണ്ട് അതിനപ്പുറമൊക്കെ പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവരും പറയുന്നുണ്ട് ഞങ്ങൾ ശമ്പളത്തിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യേണ്ട ബാധ്യത നിങ്ങളുടെയാണ്. അത് ശരിയാണ്, അവരുടെ കാഴ്ചപ്പാടില്ല, ശരിയാണ്. പക്ഷെ നമുക്ക് നമ്മൾ ചെല്ലുന്ന നേരത്ത് ഇന്ന് ഒരു പാട്ട് എഴുതി തീർക്കാം 1 മണിക്കൂർ കൊണ്ടെന്ന് വിചാരിച്ചാൽ വരുന്നതല്ലേ പാട്ട്. അതൊരു അനുഗ്രഹത്തിൻ്റെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ പിന്നെ ഞാനത് പറയാം. ഇനി കാര്യം നമ്മൾ അധ്വാനിച്ച് പ്രയത്നിച്ച് എഴുതിയ പാട്ടുകളുണ്ട്, അനുഗ്രഹമായിട്ട് കിട്ടിയ പാട്ടുകൾ. അനുഗ്രഹമായിട്ട് കിട്ടിയ പാട്ടുകൾ പെട്ടെന്ന് എഴുതി തരും. അല്ലാണ്ട് ചിലപ്പോൾ നമ്മൾ ഒരു വാക്കിന് വേണ്ടി അന്വേഷിച്ച് 3-4 ദിവസങ്ങളൊക്കെ ഇരുന്നിട്ട് പാട്ട് എഴുതാണ്ട് പോയ അവസരങ്ങൾ അതൊക്കെ ഉണ്ടാകും. അത് കാര്യം ഇത് അഹങ്കരിക്കാനൊന്നുമില്ല എന്ന് പറയുന്നത്. കഴിവ് എന്നുള്ള ഇതിനൊക്കെ ഉപരി ഒരു പ്രാർത്ഥന, ഒരു പ്രസവമാണ്. പിന്നെ ഇപ്പം ഈ കാലത്ത് അറിയാൻ ജനിക്കാൻ പോകുന്ന ആണാണോ പെണ്ണാണോ എന്ന്. പണ്ട് കാലത്ത് അറിയില്ല. ഒരു സ്ത്രീ ഗർഭിണിയായി കഴിഞ്ഞാൽ ഏത് കുട്ടി ആണാണോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ പാട്ടിൻ്റെ നമ്മളൊരു ആണുങ്ങൾ ഗർഭം ധരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടായിട്ട് പുറത്ത്. ഓക്കെ. അപ്പോൾ പിന്നീട് 2002-2003 കാലഘട്ടത്തിലാണ് മിഴിരണ്ടിലും ശരത്തേട്ടന് ശരിക്കൊരു ബ്രേക്ക് ആയ വലിയ അനുഭവം കൂടെ ആയിരുന്നു. സിനിമ തന്നെയായിരുന്നു. പിന്നെ അത് വർക്ക് ചെയ്തത് രവീന്ദ്രൻ മാസ്റ്റർ മൊത്തമാണ്. അപ്പോൾ ആദ്യം ദേവരാജൻ മാസ്റ്റർ മൊത്തം, പിന്നീട് ഒരു മേജർ വർക്ക് വരുന്നത് രവീന്ദ്രൻ മാസ്റ്റർ മൊത്തമാണ്. അതിലെ പാട്ടുകൾ ശരിക്കും നമ്മളെ മറ്റൊരു അനുഭവ തലത്തിൽ എത്തിക്കുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ഞാൻ ആ പാട്ടൊന്ന് മുളിക്കോട്ടെ. പിന്നെ അലിലത്താലിയുമായി അതൊന്ന് ശരത്തേട്ടൻ്റെ മുമ്പിൽ തന്നെ ഇരുന്നു 2 വരി പാടാൻ തോന്നുന്നു. ആലിലത്താലിയുമായി വരു നീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികേ. ആ മ്യൂസിക്കുമായിട്ട് വളരെയധികം ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന ലിറിക്സുമാണ് ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത. രവീന്ദ്രൻ മാസ്റ്റർ മൊത്തമുള്ള കമ്പോസിങ്ങിനെ കുറിച്ചും അതൊരു ശരിക്കും ഒരു ബ്രേക്കിന് ശേഷം കിട്ടുന്ന നല്ലൊരു പ്രൊജക്റ്റ് കൂടെ. അപ്പോൾ മനസ്സിലും ഒരു ടെൻഷൻ നിറഞ്ഞൊരു കാലഘട്ടം കൂടിയാണ് തീർച്ചയായിട്ടും രംഗത്തേക്ക് കടന്നു. അത് മാത്രമല്ല, ഇത് പിന്നെ നമ്മൾ എന്തോ പറയുന്നത്, ഒരു 16-കാരി 50-കാരനെ കല്യാണം കഴിക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിതം എന്താണെന്നറിയാൻ വയ്യാത്തൊരവസ്ഥയിൽ ഒരു പെൺകുട്ടി ഇതുപോലെ ജീവിതം അറിയാവുന്നവരത്തിനെ കിട്ടുന്നത്. ഞാൻ ആരും അല്ലല്ലോ സിനിമയിൽ. എന്നെ വിളിക്കുന്നത് തലേദിവസം രാത്രിയിൽ 9:30 മണിയായപ്പോൾ പത്മകുമാർ, ഇപ്പോഴത്തെ സംവിധായകൻ, അന്ന് രഞ്ജിത്തിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു. പത്മകുമാർ എന്നെ വിളിക്കുന്നത് രഞ്ജിയേട്ടൻ്റെ ഫോൺ കൊടുക്കുക. എടാ ശരത്തെ, നീ നാളേക്കും പോര് കോഴിക്കോട്ടേക്ക്, പെട്ടിയെടുത്ത് പോര്. ശരി, ഒന്നും പറഞ്ഞില്ല. ഞാൻ നേരെ ഇവിടുന്ന് പോകുന്നു, ബസ് കയറി അവിടെ ഒന്നും പറഞ്ഞില്ല. കോഴിക്കോട് ചെല്ലുമ്പം ഇടുക്കി എങ്ങനെ പിന്നെ എന്താ പറയുന്നത്, വലിയ പന പോലെ താടിയൊക്കെ വെച്ചിട്ട് രവീന്ദ്ര മാഷ്, രഞ്ജിത്തിൻ്റെ ഗൗരവം അറിയാമല്ലോ. ഇത് രണ്ടിനും കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് കാര്യം പിടുങ്ങി. അപ്പോൾ മനസ്സിൽ സിനിമയാണെന്ന് മനസ്സിലായി. ഞാൻ ആരുമല്ലല്ലോ. അപ്പം പക്ഷേ അവിടെ ചെന്ന് ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ മുഖത്തെ ഗൗരവം ഉള്ള രഞ്ജിത്തൊക്കെ വളരെ ലോലനാണ് മനസ്സുകൊണ്ടെന്നൊക്കെ മനസ്സിലായി. ആ ഗൗരവം മനസ്സിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ മരം പെയ്യുമ്പോൾ എന്നൊരു പ്രോജക്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഇതല്ല, ഈ മിഡിലും അല്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ദിവസത്തെ അന്ന് LTF എന്നൊരു സ്കീമുണ്ട്, ലീവ് ട്രാവൽ ഫെസിലിറ്റി, കമ്പനികൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സ്കീം 10 ദിവസം നമുക്ക് എല്ലാ വർഷവും ലീവ് കിട്ടും. ആ സ്കീം എടുത്തിട്ടാണ് ഞാൻ പോയത്. അപ്പോൾ 10 ദിവസം ഉണ്ടല്ലോ എന്തായാലും. അവിടെ ചെന്ന് ഞങ്ങൾ മരം പെയ്യുമ്പോളിന് വേണ്ടി അതിൻ്റെ കഥയെല്ലാം പറഞ്ഞു വന്നിട്ട് മോഹൻലാലായിരുന്നു നായകൻ. അപ്പോൾ രഞ്ജിത്തും അഗസ്റ്റിൻ നടൻ, അദ്ദേഹം കൂടെ ട്രിവാൻഡ്രത്തേക്ക് പോവുകയും ഞങ്ങൾ കോഴിക്കോട് നിങ്ങൾ കമ്പോസിങ് തുടങ്ങിക്കോളൂ. അങ്ങനെ ഞങ്ങൾ മൂകാംബിക ദേവിയെക്കുറിച്ചൊരു കീർത്തനം, പിന്നെ മലയാളിയായ ആൾ പട്ടണത്തിൽ താമസിച്ചിട്ട് നാട്ടിലേക്ക് വരുമ്പം ആ നാടിൻ്റെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യമുണ്ട്, അതിനെ
ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പാട്ട്. അങ്ങനെ 2 പാട്ട് കമ്പോസ് ചെയ്ത് ഏകദേശമൊക്കെ എഴുതി ശരി. ഇരിക്കുമ്പോഴാണ് രഞ്ജിത്തും അഗസ്റ്റിനും തിരിച്ചു പറഞ്ഞാൽ ആ പ്രോജക്റ്റ് പോയി. വേറെ എന്തോ എന്താണെന്ന് പറഞ്ഞില്ല, അതില്ല നമുക്ക്. അപ്പം ഇനി എന്ത് എന്നുള്ളതിനെ പറ്റിയാണ് പിന്നത്തെ പ്രശ്നം. ഇനി എന്താണ് ഒന്നും അറിയില്ല. രഞ്ജിത്തിൻ്റെ ബോംബെക്കും പോയി. അതങ്ങനെ ഇരുന്ന് ഏകദേശം 10 ദിവസം തീരാറായി ലീവ്. ശരി ശരി. ലീവും തീരാറായി, വർക്കൊന്നും നടന്നിട്ടുമില്ല. അപ്പോൾ എനിക്ക് തിരിച്ചു വന്നില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ തിരിച്ചു വരേണ്ട. അത് കഴിഞ്ഞപ്പോഴാണ് അന്ന് ഒരിക്കലും ഒരു ദിവസം രാത്രിയിൽ രഞ്ജിത്തിനെ വിളിക്കുന്നത്. പിന്നെ അന്ന് നിൻ്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ട് നീ കേട്ടിട്ടുണ്ടല്ലോ. ഒരു 11 മണിയായി. ആ പാട്ടിൻ്റെ മീറ്ററിൽ ഒരു കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിൻ്റെ മനസ്സ് അതിനെ ഒന്ന് ഉണർത്തിക്കൊണ്ട് പാടുന്ന ഒരു 4 വരി എഴുതണം. അങ്ങനെയാണ് ഞാൻ എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, പഞ്ചബാണൻ എഴുന്നള്ളും ആ ട്യൂണിലാക്കി അങ്ങനെ മീറ്ററിൽ ഞാൻ എഴുതി. ഇതുകൊണ്ട് പിറ്റേ ദിവസം രഞ്ജിത്ത് ബോംബെയിൽ നിന്ന് വരിക. അപ്പോൾ സിനിമ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ എഴുതി രവീന്ദ്ര മാഷ് കൊടുത്തു. രവീന്ദ്ര മാഷ് അതേ പാറ്റേണിൽ, അതാണെന്ന് തോന്നാത്ത രീതിയിൽ അതേ രാഗത്തിൽ തന്നെ മനോഹരമായിട്ട് ചെയ്തു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ പേരുണ്ട് കേൾക്കാനായിട്ട്. വന്ന് ഞാൻ അന്നേരം സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുണ്ട്. ഞാൻ സിഗരറ്റ് വലിക്കാനായിട്ട് അവരുടെ മുമ്പിൽ വലിക്കണമെന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി ഒരു ഫ്ലാറ്റ്, രഞ്ജിത്തിൻ്റെ ഫ്ലാറ്റിലാണ് കോഴിക്കോട്. അത് വലിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോക്കാരൻ വന്നു, വേറെ ആരെയും ഇറക്കാനായിട്ട്. പുള്ളി ഓട്ടോ കാശ് മേടിച്ചിട്ട് ഈ പാട്ട് പുറത്തുനിന്ന് കേൾക്കുക. അപ്പോൾ എന്നെ അറിയില്ല, ഞാൻ ആരാന്ന് പോലും അറിയില്ല. അത് നല്ലൊരു പാട്ടാണുള്ളത്. പക്ഷേ അപ്പം തന്നെ ആ കമ്പോസിങ് സമയത്ത് തന്നെ അത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാഷ ചെയ്തു. ഒരു സാധാരണ എല്ലാം നമ്മൾ കേട്ടിട്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റോടുകൂടെയാണ് കേൾക്കുന്നത്. ഇതൊന്നും അല്ലാണ്ട് തന്നെ അങ്ങനെയൊക്കെ ഒരു സാധാരണ ആൾക്ക് ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് രവീന്ദ്ര മാഷാണ്. ചുമ്മാതല്ല എന്ന് പറഞ്ഞ് പിള്ളേർക്ക് പോവുകയും ചെയ്തുകൊണ്ട്. പക്ഷേ ആ ട്യൂൺ എടുത്തില്ല. കാര്യം അത് ഒരു കോപ്പി അടിയായിട്ട് രവീന്ദ്ര മാഷ പോലെയുള്ള ഒരു കോപ്പി അടിക്കുന്ന രീതിയിൽ ആർക്കെങ്കിലും പറയാമല്ലോ. അതുകൊണ്ടാണ് അത് മാറിയിട്ടാണ് ഇപ്പോഴത്തെ എന്തിനായി നിന്നുള്ള ട്യൂൺ. അതാണ് ആദ്യം എഴുതാൻ വേണ്ടി. അതിനുശേഷമാണ് അപ്പോൾ ഇത് ഈ 11 മണിക്ക് എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് ഉറക്കം വരാണ്ട് കിടക്കുകയാണ്. ഉറങ്ങിയില്ല എന്നുള്ള അവസ്ഥ കിടക്കുമ്പോൾ അച്ഛൻ സ്വപ്നത്തിൽ വന്നു. നീ എന്തിനാ നാണിക്കുന്നത്, എഴുതാൻ പറഞ്ഞു. അത് നാണത്തെക്കുറിച്ചല്ല, അതുകൊണ്ടാണല്ലോ ഈ നാണം വന്നത്. ആ എന്തിനു നാണിക്കുന്നു? അപ്പോൾ അത് പെണ്ണോട് നമ്മൾ ചോദിക്കുന്നത് എന്തിനാണ് നീ വലം കൈയാൽ മുഖം മറച്ചത്, നാണിച്ച് മറക്കി എന്നൊക്കെ തോന്നുന്ന ഈ ചോദ്യത്തിൽ നിന്ന്. അങ്ങനെയാണ് ആ പാട്ട് ആദ്യം ഉണ്ടാകുന്നത്. അതിന് ശേഷമാണ് ആലിലെ തലി, വാർമഴവില്ലെല്ലാം. അത് അതിൻ്റെയൊക്കെ വലിയൊരു അവസ്ഥയാണ്. മാഷിലൊരു സംഗീതം ഉണ്ടാകുന്നതിൻ്റെ വേദനയുണ്ടല്ലോ, ഞാൻ ശരിക്കും ആദ്യമായിട്ട് കാണുന്നതാണ്, കണ്ടറിയാൻ പറ്റും. അതെ, മാഷിൻ്റെ കൂടെ ഒരു തബലിസ്റ്റും ഒരു ഫ്ലൂട്ടിസ്റ്റും ഉണ്ട് വായിക്കുന്നവർ, അനിയും ലാലും 2 പേര്. മാഷിൻ്റെ മൂഡ് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു സംഗീതം ഉണ്ടാകില്ല പറഞ്ഞാൽ ഇവരോട് എൻ്റെ ഹിന്ദുസ്ഥാനി മൂഡുണ്ടാകും. വെറുതെ ഇരുന്ന് ഇങ്ങനെ വായിച്ച് അങ്ങനെ ഉണ്ടായ ട്യൂണാണ് വാർമഴവില്ലെ. ഞാനപ്പോൾ രാവിലെ 7 മണിക്ക് മാഷിൻ്റെ അടുത്ത് ട്യൂൺ കിട്ടാൻ വേണ്ടി ഇങ്ങനെ മാഷ് ഒരു കട്ടിൽ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുന്നു, അവർ താഴെ ഇരുന്ന് വായിക്കുന്നു. അങ്ങനെ അവർ പ്രൊവോക്ക് ചെയ്ത് ആണ് വാർമഴവില്ല എന്നൊരു ട്യൂൺ ഉണ്ടാക്കിയത്. അതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അവർ ഇതിൻ്റെ ഒരു വേദനയുണ്ടല്ലോ, അത് നമുക്കറിയാം, എഴുതുമ്പോൾ ഉള്ളൊരു എനിക്കറിയാം എൻ്റെ പുസ്തകം വേദന. പക്ഷേ സംഗീതം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഞാൻ അന്നാണ് കാണുന്നത്. ഇത് ഇത്രയും നിസ്സാരമല്ല. എല്ലാം രാഗങ്ങളുണ്ട് മുമ്പിൽ, രാഗം എന്താണെന്നറിയാം, സ്വരസ്ഥാനം അറിയാം. പക്ഷേ ഒരു ഈണം ഉണ്ടാകാൻ ഇതൊന്നും പോരാ. അതിന് വേറൊരു വേദനയുണ്ട്. ആ വേദന ഞാൻ ശരിക്കും കണ്ടു. നമുക്ക് ആദ്യം ആലിലെ താലിയുമായി പാട്ടൊന്ന്. തീർച്ചയായും. താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികെ മാനത്തായി മുകിലകലെ മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാനത്തായി മുകിലകലെ മറയുമൊരു യാമത്തിൽ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ആവണി പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവായി അരികെ.
മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. വരവേൽക്കൂ മൈനെ നിറമംഗളമരുളൂ കോകിലമേ, വരവേൽക്കൂ മൈനെ നിറമംഗളമരുളൂ കോകിലമേ, സുരവിലമായൊരു മണിയരമെനയൂ മധുബനു മാനസമേ. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണിപ്പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവാൻ അരികെ. ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടി കനകാങ്കുലീയമണിയുന്ന ദേവസവിദേവിലോലനീയേ. ചന്ദനക്കുറിയണിഞ്ഞും നറുകുങ്കുമത്തിലകമോടി കനകാങ്കുലീയമണിയുന്ന ദേവസവിദേവിലോലനീയേ. ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനകനിലാവൊളിയിൽ, ഇതളണിയുന്നല്ലോ കുമുദിനിയുടെ കനകനിലാവൊളിയിൽ, പുതിയൊരു ജീവിതമണികയിലുണരു കുറുമൊഴി മുല്ലകളെ. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണിപ്പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവാൻ അരികെ. മാനത്തായി മുകിലകലെ മറയുമൊരു യാമത്തിൻ അനുരാഗമലിയുമൊരു, മാനത്തായി മുകിലകലെ മറയുമൊരു യാമത്തിൻ അനുരാഗമലിയുമൊരു മാംഗല്യം രാവിൽ. ആലിലത്താലിയുമായി വരൂ നീ തിങ്കളേ ഇതിലേ ഇതിലേ, ആവണിപ്പൊയ്കയിൽ നാണമൂലും ആമ്പലോ വധുവാൻ അരികെ. ശരിക്കും സിനിമയിലേക്ക് എഴുതാമെന്നൊരു ധൈര്യം എനിക്ക് ഉണ്ടാക്കി തന്ന സിനിമ തന്നെ. കാര്യം നിസ്സാര രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞാൽ അക്ഷരം ഇച്ഛ എഴുതുമ്പം അതിനൊരു വളവ് വന്നാൽ പിടിക്കുന്നയാളാണ്. എല്ലാവരും സിനിമയിലേക്ക് അന്വേഷിച്ച് പോകുന്നവരാണ്. ഞാൻ സിനിമയിലേക്ക് ഒരിക്കലും അന്വേഷിച്ച് പോയിട്ടില്ല. എന്നെ സിനിമ എടുത്താണ്. അപ്പോൾ അങ്ങനെ എത്ര കാലം ഇത് നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. സിനിമ എന്ന് വേണ്ടെന്ന് വയ്ക്കുന്നത് നമ്മൾ പോയി.